ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സ്ക്വയർ ബോർഡിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലാണ് സ്ക്വയർ ബോർഡ് ഉണ്ടായിരിക്കുന്നത്. സോ അപ്പോൾ അവിടെ ഏറ്റവും ഇപ്പോൾ വിളിച്ചിരിക്കുന്ന കോൺടാക്ട് ബേസിസിലാണ് ഓർത്തിരിക്കുക. ഓൺലൈൻ അപ്ലിക്കേഷൻ്റെ ക്ലോസ് ഡേറ്റ് ക്ലോസിംഗ് ഡേറ്റ് എന്ന് വെച്ചാൽ 26/6/2025 ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതെന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ കീഴിലാണ് വരുന്നത്. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ആലപ്പുഴ കേരള, അതുപോലെ തന്നെ ബംഗളൂരു കർണാടകയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഓർത്തിരിക്കുക. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഏതൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആലപ്പി കേരളയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ടെക്സ്റ്റൈൽ ടെക്നോളജീസ് ഒരു വേക്കൻസി, ബിടെക് ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി വിത്ത് 2 years എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ ആൻഡ് ഹാൻഡ്ലൂം ടെക്നോളജി വിത്ത് 5 years എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 28,000 പെർ മന്ത് കിട്ടും സാലറി. പിന്നെ HR അലവൻസ് എല്ലാം ഉണ്ട്. പിന്നീട് ഡിസൈൻ അസിസ്റ്റന്റ് ഒരു വേക്കൻസി, ബിടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് 2 years എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് മിനിമം 5 years എക്സ്പീരിയൻസ്. ഫിറ്റർ ഒരു വേക്കൻസി, ITI ഫിറ്റർ വിത്ത് മിനിമം 4 years എക്സ്പീരിയൻസ്. പിന്നീട് വിളിച്ചിരുന്നത് വെൽഡർ, ITI വെൽഡർ വിത്ത് മിനിമം 4 years എക്സ്പീരിയൻസ്. പിന്നീട് വിളിച്ചിരുന്നത് മെഷീനിസ്റ്റ് ഒരു വേക്കൻസി, ITI മെഷീനിസ്റ്റ് മിനിമം 4 years വേക്കൻസി എക്സ്പീരിയൻസ് വേണം. പിന്നീട് വിളിച്ചിരുന്നത് ഇലക്ട്രീഷ്യൻ, ITI ഇലക്ട്രീഷ്യൻ മിനിമം 4 years എക്സ്പീരിയൻസ്. പിന്നീട് പ്രോജക്റ്റ് അസിസ്റ്റന്റ് ബിൽഡ് ഡിസൈൻ ഫ്രം NID or NIFT with 2 years എക്സ്പീരിയൻസ്. പിന്നീട് വിളിച്ചിരുന്നത് പ്രോജക്റ്റ് അസിസ്റ്റന്റ് ഒരു വേക്കൻസി, ബിടെക് ടെക്സ്റ്റൈൽ ടെക്നോളജി വിത്ത് 2 years എക്സ്പീരിയൻസ് ഓർ ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ ഹാൻഡ്ലൂം ടെക്നോളജി വിത്ത് മിനിമം 5 years എക്സ്പീരിയൻസ്. പിന്നെ വിളിച്ചിരുന്നത് പ്രോജക്റ്റ് അസിസ്റ്റന്റ് അനലിറ്റിക് കെമിസ്റ്റ് ഒരു വേക്കൻസി, MSc ഇൻ അനലിറ്റിക്സ് കെമിസ്ട്രി വിത്ത് 2 years എക്സ്പീരിയൻസ്. പിന്നീട് വിളിച്ചിരുന്നത് പ്രോജക്റ്റ് അസിസ്റ്റന്റ് പോളിമർ കെമിസ്ട്രി വിത്ത് MSc പോളിമർ കെമിസ്ട്രി ബയോ പോളിമർ കെമിസ്ട്രി വിത്ത് 2 years എക്സ്പീരിയൻസ്. പിന്നെ പ്രോജക്റ്റ് അസിസ്റ്റന്റ് ഒരു വേക്കൻസി, MSc ഇൻ മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വിത്ത് 2 years എക്സ്പീരിയൻസ്. പ്രോജക്റ്റ് ഹെൽപ്പർ ഒരു വേക്കൻസി, BSc ഇൻ മൈക്രോബയോളജി ഓർ ബയോടെക്നോളജി. പിന്നീട് വിളിച്ചിരിക്കുന്നത് ട്രെയിനർ ഓർ ഇൻസ്ട്രക്ടർ, എനി ഗ്രാജുവേറ്റ് ഏതെങ്കിലും ബിരുദമുള്ളവർക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അഡ്വാൻസ് ഡിപ്ലോമ കോഴ്സ് സ്ക്വയർ ടെക്നോളജി എടുത്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ വിളിച്ചിരുന്നത് ബോയിലർ ഓപ്പറേറ്റർ ഒരു വേക്കൻസി, ITI വിത്ത് ബോയിലർ ലൈസൻസ് സർട്ടിഫിക്കറ്റ് വിത്ത് മിനിമം 5 years എക്സ്പീരിയൻസ്. സ്റ്റോർ അസിസ്റ്റന്റ് ഏതെങ്കിലും ഒരു ബാച്ചിലർ ഡിഗ്രി ഇൻ പിന്നീട് സ്റ്റോർ അസിസ്റ്റന്റ് ഒരു വേക്കൻസി, ബാച്ചിലർ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ ഓർ പോളിമർ ഓർ ടെക്സ്റ്റൈൽ ഓർ കെമിക്കൽ എഞ്ചിനീയറിംഗ്. പിന്നെ ലൈബ്രറിയൻ, MSc ഇൻ ലൈബ്രറി സയൻസ് ഒരു വേക്കൻസി, പ്രോജക്റ്റ് അസിസ്റ്റന്റ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ഒരു വേക്കൻസി, MTech ഇൻ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ. ഇത്രയാണ് കേരളത്തിലേക്കുള്ള ആലപ്പുഴയിലേക്കുള്ള ഒഴിവുകളും അതിൻ്റെ തസ്തികളും സാലറീസും എല്ലാം. പിന്നീട് വിളിച്ചിരിക്കുന്നത് ബംഗളൂരു കർണാടകയിലേക്ക് ആദ്യം വിളിച്ചിരുന്നത് ഫിറ്റർ ഒരു വേക്കൻസി, ITI ഫിറ്റർ മിനിമം 4 years എക്സ്പീരിയൻസ്. പിന്നീട് വിളിച്ചിരുന്നത് ബിൽഡർ ഒരു വേക്കൻസി, ITI ബിൽഡർ മിനിമം 4 years എക്സ്പീരിയൻസ്. പിന്നീട് വിളിച്ചിരുന്നത് ഇലക്ട്രീഷ്യൻ ഒരു വേക്കൻസി, ITI ഇലക്ട്രീഷ്യൻ മിനിമം 4 years എക്സ്പീരിയൻസ്. ലാബ് ടെക്നീഷ്യൻ, MSc കെമിസ്ട്രി വിത്ത് 2 years എക്സ്പീരിയൻസ്. പ്രോജക്റ്റ് അസിസ്റ്റന്റ് ബിടെക് BA ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയർ വിത്ത് 2 years എക്സ്പീരിയൻസ്. ഇത്രയാണ് രണ്ട് സ്റ്റേറ്റിലേക്ക് വിളിച്ചിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 40 വയസ്സിൽ കൂടാൻ പാടില്ല. 40 വയസ്സുള്ളവർക്കിലേക്ക് അപ്ലൈ ചെയ്യാം. ബാക്കി SC കാൻഡിഡേറ്റിനുള്ള ഏജ് റിലാക്സേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി സെലക്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും. ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിന് ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റിനെയാണ് അവർ ജോബിനെ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നു. അത് നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന സെൻറ്റർ ആലപ്പുഴയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ അവിടേക്കായിരിക്കും. നിങ്ങൾ ബാംഗ്ലൂരിലേക്കാണ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ അവിടേക്കായിരിക്കും എന്ന് പറയുന്നു. നിങ്ങൾ ആലപ്പുഴയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നവർക്ക് ആലപ്പുഴ വെച്ചായിരിക്കും ഇൻ്റർവ്യൂ, ബാംഗ്ലൂരിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് ബാംഗ്ലൂരിൽ വെച്ചായിരിക്കും ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇനി അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് കണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ഫോമിനകത്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് അവർ പറയുന്നത്. സോ ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു ആപ്ലിക്കേഷൻ ഫീസും ഇല്ല. ലാസ്റ്റ് ഡേറ്റ് ഓക്കെ, നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് സബ്മിറ്റ് ചെയ്യുന്ന ഓപ്പൺ ആപ്ലിക്കേഷൻ ത്രൂ ഇമെയിൽ എന്ന് പറയുന്നത് 20/6/2025 5:30 വരെയാണെന്ന്. ബാക്കി കാര്യങ്ങളൊക്കെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സെലക്ഷൻ പ്രോസസ്സ് ജസ്റ്റ് വായിച്ചു. ഷുഗർ ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഉണ്ട്. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഫില്ല് ചെയ്യണം. ബാക്കി കാര്യങ്ങളെല്ലാം ഈ നോട്ടിഫിക്കേഷൻ പറയുന്നത്. കേരളത്തിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ അവസരമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ളതാണ് സ്ക്വയർ ബോർഡ് എന്ന് പറയുന്നത്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിൽ അപ്ലൈ ചെയ്യും. വിളിച്ചിരുന്ന പ്രോജക്റ്റ് ആൻഡ് ടെക്നിക്കൽ സ്റ്റാഫ് ആൻഡ് കോൺട്രാക്ട് ബേസിസിലാണ്. നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഇൻഫോർമേറ്റീവ് ജോബ്സ് അറിയാം.